എന്താ ചെയ്യാൻ പോന്നേ? ഈ വിൻഡോസിക്കകത്ത് ഈ റിമോട്ട് വെക്കാൻ പോകുന്നല്ലേ? ഇത് വർക്കാവുന്നില്ല, തെർമോസ്റ്റാറ്റ് ചുമ്മാ തിരിയുവാണ്. അപ്പം പിന്നെ എന്നാ ചിന്തിച്ചാൽ അത് നന്നാക്കാനൊക്കെ നല്ലത് ഒരു റിമോട്ട് അങ്ങ് കയറ്റാമെന്ന് വിചാരിച്ച്. അപ്പം അതിനുവേണ്ടി ഇതാ നമുക്ക് റിമോട്ടുണ്ട്, സെൻസർ, 2 സെൻസറുണ്ട്. അതെ അതെ അതെ, അത് വെക്കാം. ഇത് കണ്ടോ, ഇത് കോയിൽ സെൻസർ. അടുത്ത ഇത് റൂം സെൻസർ ഉണ്ട്. ഡിസ്പ്ലേ, ആഹാ, ഡിസ്പ്ലേ ഉണ്ട്, ട്രാൻസ്ഫോമർ ഉണ്ട്. പിന്നെ എന്താ യൂസേ? ഇതെന്തോ അറിയോ? യൂസിനറിയോ? PC ബോർഡ് കണ്ട. പിന്നെ ഇതിനകത്ത് കിട്ടിയേക്കുന്ന കുറച്ച് വയർ ലോക്ക് ഉണ്ട്. പക്ഷെ ഇത് പറ്റില്ല, നമുക്ക് വേറെ വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ, പപ്പ വാങ്ങിച്ചെന്തേ? അപ്പം ആണ്ട് കിടക്കുന്നത് ഇതുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇതങ്ങ് കഴിക്കാം അല്ലേ? കവർ കഴിക്കണ്ടേ ദിവസേ? അപ്പം നമ്മൾ ഇത് അഴിച്ചെടുത്തിട്ടുണ്ട്. മൊത്തം പൊടിയാണിത്. കപ്പാസിറ്റർ, ഇതാണ് തെർമോസ്റ്റാറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന് സെൻസർ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കാകുന്നില്ല. അപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞാൽ പ്രശ്നം തരും. പക്ഷേ എങ്കിൽ റിമോട്ട് വെക്കാമല്ലോ, വിൻഡോസിക്ക് റിമോട്ട് വെക്കാമല്ലോ. അപ്പോൾ ഒരു വീഡിയോയും കൂടി എടുക്കാമല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാനിത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഓരോ വയറും ട്രേസ് ചെയ്യണം. കംപ്രസറിൽ നിന്ന് വരുന്ന വയർ, സ്റ്റാർട്ടിങ്, റണ്ണിങ്, കോമൺ, അതൊക്കെ നമുക്ക് ട്രേസ് ചെയ്യണം. പിന്നെ ഇവിടെ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ടുണ്ട്, ലൈൻ. അപ്പോൾ സ്വിച്ച് ഓഫാണ്. ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തു എവിടെയെങ്കിലും സപ്ലൈ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്തു. സപ്ലൈ ഇല്ലാന്ന് ഉറപ്പ് പഠിച്ചിട്ടാണ് നമ്മൾ ഓരോ വയർ പോകേണ്ടത്. അപ്പോൾ ഇനി ഈ വയറ്റ് അടിച്ച് വെച്ചേക്കുന്നതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കണം. എന്നാലേ ഫാൻ മോട്ടറിൻ്റെ വയർ ഏതാണ്, പിന്നെ കംപ്രസറിൽ നിന്ന് വരുന്ന ഏതാണ് നമ്മൾ തരംതിരിച്ചെടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് ഈ വർക്ക്. നമ്മളെല്ലാം അഴിച്ച് സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്രസറിൻ്റെ വയറാണ് നമുക്ക് മനസ്സിലായി. ഇത് ഊരിയില്ലല്ലേ? ഓക്കെ, അത് ഊരിയേക്കാം. ഇത് സ്വിങ് മോട്ടറിൻ്റെ കേട്ടോ. സ്വിങ് മോട്ടറൊന്നും കൊടുക്കുകയൊന്നും വേണ്ട, കുഴപ്പമില്ല. അത് കൊടുക്കണമെങ്കിൽ വേറെ സോൾഡറൊക്കെ ചെയ്ത് കൊടുക്കുന്ന PC ബോർഡ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് പോട്ടെ, സ്വിങ് മോട്ടറിൻ്റെ ആവശ്യമില്ല. നമ്മുടെ തന്നെ വീടല്ലേ. അപ്പോൾ ഇത് നമ്മുടെ കംപ്രസറിൻ്റെ വയറാണ് വന്നേക്കുന്നത്. കംപ്രസറിൻ്റെ വയർ കണ്ട് ഇത് നേരെ കണ്ടോ, ഈ റെഡ് വയർ കണ്ടോ, ഈ കംപ്രസറിനൊക്കെ റെഡ് വയർ നേരെ വന്ന് പോയേക്കുന്നത് കോമണിലാണ്. ഇപ്പോൾ കപ്പാസിറ്റർ പഴയതാണ്ടിനെ കാണാൻ പറ്റില്ല, അത് കോമൺ. അപ്പോൾ അത് കോമണിൽ കൊടുത്തപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസറിൻ്റെ റണ്ണിങ് ആണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇത് കംപ്രസറിൻ്റെ റണ്ണിങ് ആണ്. ഓക്കെ, പിന്നെ അടുത്ത ബ്ലൂ വന്ന് കൊടുത്തേക്കുന്നത്, അതായത് കംപ്രസറിൻ്റെ ആണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കംപ്രസറിൻ്റെ ബ്ലൂ കൊടുത്തേക്കുന്നത് ഹെർമിലാണ്. അപ്പോൾ ഇത് കംപ്രസറിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. ഓക്കെ, അപ്പോൾ കംപ്രസറിൻ്റെ കോമൺ ഏതാ അത് പോയിച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്ക് ഉണ്ടോ, ഈ ബ്ലാക്ക് നേരെ വന്ന് നമ്മുടെ ലൈനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ, അവരുടെ ലൈനിൽ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് നമുക്ക് ഫാൻ മോട്ടറിൻ്റെ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ വിൻഡോസിൽ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് പുറത്തോട്ട് വലിച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസമായതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പം വെളിയിലെടുത്ത് വെച്ച് ചെയ്യുന്ന സൗകര്യമായിരിക്കുമേ. അപ്പം ഇതാണ് ഫാൻ മോട്ടറിൻ്റെ കണക്ഷൻ വന്നേക്കുന്നത്. അതിൻ്റെ അടുത്ത് പോയി എടുത്ത് ഇനി ഫാൻ മോട്ടറിൻ്റെ കപ്പാസിറ്ററിലോട്ട് കൊടുത്തേക്കുന്ന ഇതാണ്ടേ, ഇത് ഫാൻ കപ്പാസിറ്ററാണ്. അതെ, ഇത് ഫാൻ കപ്പാസിറ്ററാണ്. ഇതൊന്ന് ഫാൻ കപ്പാസിറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ലൈൻ എങ്ങോട്ടൊക്കെയാണ് പോയിക്കുന്നത് നോക്കട്ടെ. ഫാനിൻ്റെ ഇതടുത്ത് പോയി ഫാൻ കപ്പാസിറ്റർ പോയി. ഇത് സ്പീഡാണ്, ഇതാണ് ലോ, മീഡിയം, ഹൈ, അങ്ങനെ സ്പീഡാണ് ഈ കിടക്കുന്നത്. അപ്പം അത് സ്പീഡ്. അപ്പം നമുക്ക് കപ്പാസിറ്ററിലോട്ടുള്ള വയർ നമുക്ക് കിട്ടി. സ്പീഡ് 3 എണ്ണം കിട്ടി. എർത്തും കഴിഞ്ഞു. മൊത്തം എത്ര വയറാണ് ഇവിടെ വന്നേക്കുന്നത്? നിൽക്കി. ഓക്കെ, ഞാൻ ആദ്യം എല്ലാം ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് സെപ്പറേറ്റ് ആക്കട്ടെ. ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാകാൻ വേണ്ടി എല്ലാം വ്യക്തമായിട്ട് ഞാൻ ഒന്ന് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്രസറിൽ നിന്ന് വരുന്ന ആണ്. ഓക്കെ, കംപ്രസറിൽ നിന്ന് വരുന്ന കോമൺ ആണിത്. ഓക്കെ, അപ്പോൾ ഇത് നേരെ നമ്മുടെ ലൈനിലോട്ട് പോകും. ഓക്കെ, അതായത് ഫേസിലോട്ട്, ന്യൂട്രലിലോട്ട് കൊടുക്കണം. അടുത്ത ഇത് കംപ്രസർ റണ്ണിങ് ആണ്.
ഓക്കെ, അപ്പോൾ ഇത് കപ്പാസിറ്ററിൻ്റെ കോമണിലോട്ട് കൊടുക്കണം. ഓക്കെ, കപ്പാസിറ്ററിൻ്റെ കോമണിലോട്ട് ഇതാണ് കോമൺ, അതിപ്പോൾ കൊടുക്കാൻ. ഓക്കെ, അടുത്ത ഹെർമ്, അതായത് സ്റ്റാർട്ടിങ് ആണ് വരുന്നത്. അത് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ഹെർമിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് ആദ്യം ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് റണ്ണിങ്. ഓക്കെ, അത് കോമണി കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാർട്ടിങ്, ആ ഹെർമെന്ന് എഴുതി വെച്ചേക്കുന്നതാണ് സ്റ്റാർട്ടിങ്. അത് ഞാൻ കപ്പാസിറ്ററിൻ്റെ ഹെർമിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കംപ്രസർ വയറിങ്ങിൻ്റെ അത് ഇതായിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ന്യൂട്രലിൽ കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ഒരു വയർ, അതായത് നമ്മുടെ ഈ കോമണിൽ നിന്ന് വരുന്ന വയർ നമ്മുടെ നേരെ ലൈനിലോട്ടാണ് ജോയിൻ്റ് അടിച്ചേക്കുന്നത്. കണ്ടോ, ലൈനിലോട്ടാണ് ജോയിൻ്റ് പോയേക്കുന്നത്. അപ്പോൾ അത് നമുക്കിനി PC ബോഡി കൊടുക്കണം. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഉണ്ട് അതേപോലെ തന്നെ ഫാൻ മോട്ടറിൻ്റെ വയർ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. ഫാൻ മോട്ടറിൻ്റെ വയർ ഇത് H എന്ന് എഴുതിയിട്ടുണ്ട്, അതായത് ഹൈ. അടുത്ത M എന്ന് എഴുതിയേക്കുന്നത് മീഡിയം. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് എഴുതിയിട്ടേക്കുന്നത്, ലോ. ഓക്കെ, എന്നിട്ട് പിന്നെ ഫാൻ മോട്ടറിൻ്റെ കപ്പാസിറ്ററിലോട്ട് കൊടുക്കേണ്ട രണ്ട് വയർ കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്റർ കൊടുത്ത് ഇത് ഒരേ കപ്പാസിറ്റർ തന്നെയുണ്ട്. അതിൻ്റെ ഫാനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ കോമണും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് സ്പീഡ് നമ്മുടെ PC ബോഡി കൊടുക്കണം. അത് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ഓക്കെ, ഇനി അടുത്ത PC ബോർഡാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ PC ബോർഡ്. നേരത്തെ നമ്മളല്ലേ സ്വിങ് മോട്ടർ കണ്ടോ, സ്വിങ് മോട്ടർ ഇപ്പോൾ ഈ ടൈപ്പാണ് പിന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് നമ്മളാണെങ്കിൽ സോൾഡറൊക്കെ ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ വീടായിട്ട് ഞാനങ്ങനെ ചെയ്യാൻ പോകുന്നില്ല, നമുക്ക് സ്വിങ് ആവശ്യമില്ല, വിൻഡോസ് അല്ലേ. അപ്പം ഇതിൻ്റെ കണക്ഷൻ ഞാൻ റഫായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് ട്രാൻസ്ഫോമർ ഇൻ ഔട്ട്, T ഇൻ T ഔട്ട് എന്നല്ലേ. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമർ കൊടുക്കേണ്ടതാണ്. ഇത് കറക്റ്റ് സ്യൂട്ടബിൾ പിന്നായിരിക്കും. ഈ പിന്ന് ഇവിടെ തന്നെ കയറുള്ളൂ, ഈ പിന്ന് ഔട്ടിലേക്ക്, അങ്ങനെ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. പിന്നെ നമ്മുടെ സെൻസറിൻ്റെ ആണ്. ഇതാണ് രണ്ട് സെൻസർ വരുന്നത്. ഈ റൂം സെൻസറാണ് ഇത് റൂം സെൻസർ. ഓക്കെ, അടുത്ത വരുന്നത് ഇത് കോയിൽ സെൻസർ. ഇത് കോയിൽ സെൻസർ. അപ്പോൾ അത് കൊടുക്കേണ്ടതാണ്. അതിനകത്ത് റൂം സെൻസറിൻ്റെ റെഡ് പോയിൻ്റ് ഉണ്ട്, അപ്പോൾ റെഡ് തന്നെ കൊടുക്കുക. കോയിൽ സെൻസർ അതവിടെ ഉണ്ട്, വൈറ്റ് പോളാണ്, ആ വൈറ്റ് പിന്നിൽ തന്നെ കൊടുക്കുക. അടുത്ത മുകളിൽ ഫാൻ സ്പീഡ് ഇതുണ്ട്, ലോ മീഡിയം ഹൈ എന്ന് ഫാൻ സ്പീഡ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടല്ലോ, ഇതിനകത്താണ് റിലേക്കകത്താണ് നമ്മളിനി കണക്ഷൻ കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഈ സെയിം ഇങ്ങനെ ഞാൻ വെച്ചേക്കുന്നത് അതിൻ്റെ ഡയഗ്രാമാണിത്. കണ്ടോ, ഇത് നമ്മൾ ന്യൂട്രൽ കൊടുത്തു. ഓക്കെ, ന്യൂട്രൽ കൊടുത്തു, നമ്മുടെ ലൈൻ കൊടുത്തു ഇവിടെ. ഓക്കെ, അടുത്തത് കംപ്രസർ എഴുതിയിരിക്കുന്നുണ്ടോ, ഈ കംപ്രസറിൽ നിന്ന് വന്നേക്കുന്ന ആ കോമൺ വയർ എടുത്ത് നമ്മൾ ഇതേ കൊടുക്കുന്നു. അത് പിന്നെ ഈ ലോ ഫാൻ, ഇത് ഫാൻ മോട്ടർ. ഓക്കെ, ഫാൻ മോട്ടറിൽ നിന്ന് വന്നേക്കുന്ന സ്പീഡ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തേക്കുന്നത്. ഡിസ്പ്ലേയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയാണ് ഡിസ്പ്ലേ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കൊടുത്ത് കാണിക്കാം, വായോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ PC ബോർഡ് കണക്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ PC ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ലീഡ് വയർ വരുന്നത്, ഓക്കെ, മെയിൻ സപ്ലൈ ലൈൻ വരുന്നത് അതിൻ്റെ ന്യൂട്രൽ എടുത്തിട്ട് നമ്മൾ കപ്പാസിറ്ററിൻ്റെ കോമണി കൊടുത്ത്, ഇനി കപ്പാസിറ്ററിൻ്റെ കോമണിയിൽ നിന്നൊരു വയർ നമ്മൾ എടുത്തിട്ട് അടുത്തൊരു പോളുണ്ട്, ആ പോളിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇവിടെ ന്യൂട്രൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുക. അപ്പം അത് ഞാൻ കൊടുത്തിട്ട് ഞാൻ അടുത്ത് എടുക്കാം. പിന്നെ അതിൻ്റെ ലൈൻ എടുത്തിട്ട് ഇവിടെ കൊടുക്കാം, വരെടുത്ത് ഇവിടെയും കൊടുക്കാം. അപ്പം ഞാൻ കൊടുത്തൊന്ന് കാണിച്ചിടാവേ. ഓക്കെ, അങ്ങനെ ഞാനത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ന്യൂട്രൽ ആ കോമണിൽ നിന്ന്, അതായത് ആദ്യം ഇവിടെ നമ്മുടെ ലീഡ് വയർ. ഓക്കെ, നമ്മുടെ ലീഡ് വയർ ഇതാണ് നമ്മുടെ ലീഡ് സപ്ലൈ. അതിൻ്റെ ഒരു ന്യൂട്രൽ എടുത്തിട്ട് കോമണി കൊടുത്ത്, ഇത് കോമണിയിൽ നിന്ന് ഒരു വയർ എടുത്ത് നമ്മുടെ ആ PC ബോർഡിൻ്റെ ന്യൂട്രൽ കൊടുത്തു. ഓക്കെ, ആ ലീഡ് വയറിൻ്റെ ലൈൻ എടുത്തിട്ട് ഈ ലൈനിലും കൊടുത്ത്. അപ്പോൾ കംപ്രസറിൽ നിന്ന് വരുന്ന അതിൻ്റെ കോമൺ വയർ കോമൺ എഴുതിയേക്കുന്നുണ്ടല്ലേ, നമ്മുടെ റിലേക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ ഫാനിൻ്റെ സ്പീഡാണ് കൊടുക്കേണ്ടത്, ലോ മീഡിയം ഹൈ. അത് നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ലോ മീഡിയം ഹൈ എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ നമ്മൾ കൊടുക്കുക. അപ്പോൾ സ്പീഡ് വയർ ഞാനെല്ലാം കൊടുത്തിട്ടുണ്ട്. ലോ മീഡിയം ഹൈ അതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ട്രാൻസ്ഫോമറും റൂം സെൻസറൂടെ കൊടുത്തു കഴിഞ്ഞാൽ AC ഓൺ ആക്കാവേ.
ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ കൊടുത്തു, കോയിൽ സെൻസർ, റൂം സെൻസർ, ട്രാൻസ്ഫോമർ എല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കേസ് എന്താ റിമോട്ട് നമ്മൾ ബാറ്ററി ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. സപ്ലൈ വന്നിട്ടുണ്ട്, AC വർക്കായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, AC കൂടുണ്ട്. അപ്പോൾ എൻ്റെ ഫാൻ സ്പീഡ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നമുക്ക് നോക്കാം. യെസ്, ഓക്കെ, ഫാൻ സ്പീഡ് കാര്യങ്ങളൊക്കെ വർക്ക് ആകുന്നുണ്ട്. ഇപ്പോൾ സംഗതി ഓക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഓഡിയോ വയർ ഒന്നുകൂടെ കാര്യങ്ങൾ എവിടെയെങ്കിലും ഷോർട്ട് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട്, എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിൽ അത് ടേപ്പ് കാര്യങ്ങളൊക്കെ അടിച്ച് അതിൻ്റെ പ്രൊട്ടക്ഷൻ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കോയിൽ സെൻസർ ഇതിലും റൂം സെൻസർ എല്ലാം പുറത്തോട്ട് വിട്ട് സെറ്റാക്കി വെക്കണം. റിമോട്ടിൽ ഞാൻ ഓഫാക്കിയപ്പോൾ ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ ഓക്കെയാണിത്. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ ഞാൻ ജസ്റ്റ് പുറത്തോട്ട് ഇട്ടേക്കുന്നേ ഉള്ളൂ, വേറെ എങ്ങും അല്ലല്ലോ, എൻ്റെ വീഡിയോ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പുറത്തോട്ടിട്ട് കുഴപ്പമില്ല. റൂം സെൻസർ അതേപോലെ തന്നെ പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. അത് AC ക്കകത്ത് വെക്കാം, കുഴപ്പമില്ല, കുറച്ച് ഇതാവട്ടെ. എന്നിട്ട് ഓണാക്കുമ്പോൾ സപ്ലൈ കൊണ്ടുണ്ട്. ഓക്കെ, വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കംപ്രസറിലേക്ക് ഇതുവരെ കമ്മ്യൂണിക്കേഷൻ പോയിട്ടില്ല. കംപ്രസറിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോകാനായിട്ട് ടൈം എടുക്കണം. നമ്മുടെ സ്പ്ലിറ്റ് AC പോലെ തന്നെ 3 മിനിറ്റ് ഡിലേ ആവും, കാരണം നമ്മൾ PC ബോർഡ് കണക്ട് ചെയ്തേക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതും കൂടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കംപ്രസറിലേക്ക് സപ്ലൈ പോയിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ പോയി, സിഗ്നൽ പോയിട്ട് ഇപ്പോൾ കംപ്രസർ നല്ല തണുത്ത്, AC നല്ല കൂളാണ്, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അതെ, AC നല്ല കൂളാണ്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ ഈ റിമോട്ട് ഫിക്സ് ചെയ്യാനായിട്ട്, യൂണിവേഴ്സൽ റിമോട്ട്. ഓക്കെ, 220 വോട്ട്സ് കറണ്ട് വരുന്ന എല്ലാവിധ AC-ക്കും നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റും. വിൻഡോസ് എല്ലാ, സ്പ്ലിറ്റ് AC അല്ല, ഏതാണെങ്കിലും, ഡക്റ്റബിൾ AC ആണെങ്കിലും, വിൻഡോ AC ആണെങ്കിലും, ഡക്റ്റബിൾ AC ആണെങ്കിലും, സ്റ്റാൻഡിങ് ടൈപ്പ് AC ആണെങ്കിലും, കാസറ്റ് AC ആണെങ്കിലും എല്ലാത്തിനും പറ്റും. പിന്നെ ഡക്റ്റബിൾ AC-ക്കാണെങ്കിൽ വയർഡ് കണക്ഷനുള്ള വേറെ ഒരു യൂണിവേഴ്സൽ റിമോട്ട്, വേറെ വയർ വെച്ച് റിമോട്ട് വേറെ എടുത്ത് ഫിറ്റ് ചെയ്യുന്ന രീതിയിലും വരുന്നുണ്ട്. ഓക്കെ, ഇതിപ്പം ഇതുവരേക്ക് ഇത് നമുക്ക് ഇൻവെർട്ടർ AC-ക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻവെർട്ടർ AC-ക്കും പറ്റുന്ന തരത്തിലുള്ള യൂണിവേഴ്സൽ റിമോട്ടിലൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ട്, ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ. അപ്പോൾ ഇതുവരെ ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എത്രയും വേഗം അവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.